പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കിടാവിനെ കൊന്നു. തുടർച്ചയായുള്ള പുലി ആക്രമണങ്ങളിൽ ഭീതിയിൽ പാലപ്പള്ളി. വേലൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ ചെവികളറ്റു. തെരുവുനായ ആക്രമണങ്ങൾ ഏറുന്നു. ചാലക്കുടി നഗരസഭയിൽ ഭരണകക്ഷിയിൽ ചേരിപ്പോര്. വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചതായ ആക്ഷേപം. വകുപ്പുകൾ നോക്കുകുത്തികളാണെന്ന് പ്രതിപക്ഷം. 16 ഏക്കർ വിസ്തൃതിയുള്ള പോർക്കുളം ആനക്കുണ്ട് ബണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. ബണ്ട് ആഴം കൂട്ടൽ പ്രവർത്തനം അശാസ്ത്രീയമായി നടപ്പാക്കിയതായി ആക്ഷേപം. കടുത്ത ചൂടിൽ വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കും നൽകാൻ വെള്ളമില്ല. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കൂടുതൽ പോലീസുകാരെ നിയോഗിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനക്കൽ അലവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയാണ് പുലി പിടിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വനവകുപ്പ് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തി. വെങ്ങനിശ്ശേരി ശിവപുരം കോളനിയിൽ കാരാട്ട് വീട്ടിൽ സുരേഷ് മകൻ 27 വയസ്സുള്ള മഹേഷ് എന്ന മനുവാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ശിവപുരം കോളനിയിൽ നെല്ലാത്ത് വീട്ടിലെ തർക്കം പരിഹരിക്കാൻ മനു ഇടപെട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. തർക്കത്തിൽ പരിഹാര ചർച്ച നടക്കുന്നതിനിടെ ജിഷ്ണു എന്നയാൾ പ്രതി മണികണ്ഠനെയും സംഘത്തെയും വിളിച്ചുവരുത്തി. മണികണ്ഠനും സംഘവും എത്തിയപ്പോൾ മനു അവിടെയുണ്ടായിരുന്നു. ചർച്ചയിൽ തർക്കമുണ്ടായതോടെ സംഘർഷം നടന്നു. സംഘർഷത്തിൽ മനുവിന്റെ നെറ്റിയിൽ മുറിവുണ്ടായി. തുടർന്ന് മനു സുഹൃത്തിനൊപ്പം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് സുഹൃത്തിന്റെ ബൈക്ക് മടക്കി കൊടുക്കാനായി കോടന്നൂരിൽ കാത്തുനിൽക്കുകയായിരുന്നു മനു. ഈ സമയം സ്ഥലത്തെത്തിയ മണികണ്ഠൻ, പ്രണവ്, സുഹൃത്ത് ആഷിഖ് എന്നിവർ ചേർന്ന് മനുവിനെ ആക്രമിച്ചു. ഹോക്കി സ്റ്റിക്ക് കൊണ്ടുള്ള അടിയേറ്റ് വീണ മനുവിനെ റോഡിൽ ഉപേക്ഷിച്ച് പ്രതികൾ മടങ്ങി. മനുവിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായിരുന്നു നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും മനു മരിച്ചിരുന്നു. ഫർണിച്ചർ കൊത്തുപണി തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട മഹേഷ്. 2 കൊലപാതക കേസുകളിലെ പ്രതിയും കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടയാളുമാണ് പ്രതി മണികണ്ഠൻ. പ്രതികൾക്ക് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. വേലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടിക്ക് പരിക്കേറ്റു. 12-ാം വാർഡിലെ ക്ഷീരകർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ പശുക്കുട്ടിയെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. പശുക്കുട്ടിയുടെ 2 ചെവികളും തെരുവ് നായ്ക്കൾ കടിച്ചെടുത്തു. വാർഡിലെ വിവിധ പ്രദേശങ്ങളെ റോഡരികിൽ അറവ് മാലിന്യം തള്ളുന്നതാണ് തെരുവ് നായ്ക്കൾ വർദ്ധിക്കാൻ കാരണം. ഇതിനെതിരെ കളക്ടർ, ശുചിത്വ മിഷൻ, പഞ്ചായത്ത് എന്നീ ഓഫീസുകളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും വാർഡ് അംഗം CD സൈമൺ പറഞ്ഞു. നിരവധി വളർത്തുമൃഗങ്ങൾ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. കാൽനട യാത്രക്കാരും തെരുവ് നായ്ക്കളുടെ ഭീഷണിയിലാണ്. തെരുവ് നായ ആക്രമണങ്ങളേറുന്നു. കൂട്ടത്തോടെ എത്തുന്ന തെരുവ് നായ്ക്കൾ വഴിയാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. വീടുകളിലെ വളർത്തുമൃഗങ്ങൾക്ക് നേരെയും ആക്രമണം പതിവാണ്. നായ്ക്കൾ വട്ടം ചാടി ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും പതിവാണ്. വഴിയരികിൽ ഉപേക്ഷിച്ചിരിക്കുന്ന അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ തെരുവ് നായ്ക്കൾ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളൊന്നും ഫലപ്രദമായില്ല. ചാലക്കുടി നഗരസഭയുടെ കാലാവധി തീരാൻ 1.5 വർഷം അവശേഷിക്കുമ്പോഴേക്കും നേതാക്കളുടെ കിടമത്സരത്താൽ ഭരണസമിതി പ്രവർത്തനം നിശ്ചലമാകുന്നു. മാസങ്ങളായി എല്ലാ വകുപ്പുകളും പ്രവർത്തനരഹിതമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്ന് ചെയർമാനും കൂട്ടരും വിവരിക്കുന്നുണ്ടെങ്കിലും ചേരിപ്പോര് മൂർധന്യത്തിലാണ്. നിലവിലെ ചെയർമാൻ എബി ജോർജും മുൻ ചെയർമാൻ VO പൈലപ്പനും തമ്മിലുള്ള കിടമത്സരം മൂർച്ഛിച്ചതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. ഭരണാധികാരികൾ ഭരണത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്തതുമൂലം വിവിധ വകുപ്പുകൾ നോക്കുകുത്തിയായെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉദ്യോഗസ്ഥർ തന്നിഷ്ടപ്രകാരം നീങ്ങുമ്പോൾ കൈക്കൂലിയുടെ കൂത്തരങ്ങായ വകുപ്പുകൾ മാറിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥർ തന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെന്ന് കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ വെളിപ്പെടുത്തിയത് വിവാദമായി. കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. 16 ഏക്കറോളം വിസ്തൃതിയുള്ള ആനക്കുണ്ട് ബണ്ട് മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. ബണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാനായിരുന്നു പദ്ധതി. എന്നാൽ ഇവിടെ നിന്നെടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും ബണ്ടിൽ നിന്ന് മണ്ണെടുത്ത വശങ്ങളിൽ കൂട്ടിയിടുകയാണ് ചെയ്തത്. മണ്ണ് കൊണ്ടുപോകുന്നതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് ബണ്ടിൽ വെള്ളം നിറഞ്ഞ ഈ മണ്ഡലം ഒലിച്ചിറങ്ങിയതായി കർഷകർ കുറ്റപ്പെടുത്തി. ബണ്ടിന്റെ ആഴം കൂട്ടിയ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും പരമ്പരാഗത നെൽകർഷകർക്കും അഭയകേന്ദ്രമായ വാഴാനി ഡാമിൽ വെള്ളം വറ്റുന്നു.
കടുത്ത ചൂടും വേനൽ മഴ ഇല്ലാത്തതുമാണ് ഡാം വറ്റി വരളുന്നതിന് കാരണം. വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം ഒട്ടനവധി പാടശേഖരങ്ങൾക്ക് ആശ്രയമാണെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ പരിമിതമായ വെള്ളമേ ഡാമിലുള്ളൂ. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഒരു ഹോംഗാർഡ് മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിക്കുള്ളത്. ഗുരുവായൂർ പെരിങ്ങോട്ടുകര, തൃശൂർ, വാടാനപ്പള്ളി എന്നീ 4 മേഖലകളിൽ നിന്നുള്ള വാഹനങ്ങൾ എത്തിച്ചേരുന്ന ജംഗ്ഷനാണ് കാഞ്ഞാണി. തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന ചില സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് കുരുക്ക് കൂടുതൽ രൂക്ഷമാകുന്നതിന് കാരണമാകുന്നുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഗതാഗതക്കുരുക്ക് പലപ്പോഴും മണിക്കൂറുകൾ നീളുക പതിവാണ്. തൃശൂർ കുറ്റിപ്പുറം 4-വരിപ്പാത കേച്ചേരിയിലെത്തുമ്പോൾ 2 വരിയായി ചുരുങ്ങിയ നിലയിലാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസം റോഡ് വീതി കൂട്ടുന്നതിന് തടസ്സമാവുകയാണ്. ഗുരുവായൂരിലേക്കുള്ള തീർത്ഥാടകരും 100 കണക്കിന് ചരക്ക് ലോറികളും കടന്നുപോകുന്ന പാതയിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാവുകയാണ്. ഇതുമൂലം സ്വകാര്യ ബസ്സുകൾ കേച്ചേരി എത്തുന്നതിന് മുൻപ് വഴിതിരിഞ്ഞു പോവുക പതിവാണ്. വേനൽ കനത്തതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. കൊടുംചൂടിൽ ഭൂഗർഭ ജലവിതാനം താഴ്ന്നു. മലയോര മേഖലകളിലും തീരമേഖലകളിലും കിണറുകൾ വറ്റി തുടങ്ങി. പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഏറിയിരിക്കുകയാണ്. പാടങ്ങളും കുളങ്ങളും പതിവിലും നേരത്തെ വറ്റി. വരൾച്ചാ ഭീഷണിയിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിക്കുന്നുണ്ട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജലക്ഷാമം രൂക്ഷമായി. ജലവിതരണത്തിന് പരിധി ഏർപ്പെടുത്തിയതോടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ദുരിതത്തിലായി. ആശുപത്രിയിലെ കിയോസ്കുകളിൽ പലതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കുടിവെള്ളത്തിനായി ഈ കിയോസ്കുകളെയാണ് ജനം ആശ്രയിച്ചിരുന്നത്. സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളിലും ഹോസ്റ്റലുകളിലും വെള്ളത്തിന് ക്ഷാമമാണ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് പ്രതിദിനം 20 ലക്ഷം ലിറ്റർ വെള്ളമാണ് ആവശ്യം. ഇതിൽ 8 ലക്ഷം ലിറ്റർ വെള്ളമാണ് പീച്ചി ഡാമിൽ നിന്ന് ജല അതോറിറ്റി വിതരണം ചെയ്യുന്നത്. ശേഷിക്കുന്ന 12 ലക്ഷം ലിറ്റർ വെള്ളം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ തനത് സ്രോതസ്സുകളിൽ നിന്ന് 24 മണിക്കൂർ പമ്പ് ചെയ്താണ് എത്തിച്ചിരുന്നത്. വേനൽ കടുത്തതോടെ കുളത്തിലെ വെള്ളം വറ്റിയ നിലയിലാണ്. കുളം റീചാർജ് ചെയ്യാൻ ഈ വർഷം പീച്ചിയിൽ നിന്ന് കനാൽ വഴി തുറന്നുവിട്ട ജലം ക്യാമ്പസിലെ കനാലിലെത്തിയില്ല. കുഴൽ കിണറുകൾ പ്രവർത്തനയോഗ്യമാക്കി വെള്ളം എത്തിച്ചുവെങ്കിലും ആവശ്യത്തിന് തികയാതെ വന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നാളെ വരെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയായ KMDS അറിയിച്ചതോടെ ടെസ്റ്റുകൾ വീണ്ടും തടസ്സപ്പെട്ടു. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പുതിയ ഹർജി ഫയൽ ചെയ്യുമെന്നും KMDS അറിയിച്ചു. ഭൂരിപക്ഷവും ഡ്രൈവിംഗ് സ്കൂളുകളും KMDSന് കീഴിലാണെന്നിരിക്കെ പ്രതിഷേധത്തെ മറികടന്ന് ടെസ്റ്റുകൾ നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പിന് എളുപ്പമായിരിക്കില്ല. പുതിയ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് KMDS പറയുന്നത്. CITU പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രതിഷേധം തുടരാനാണ് KMDSന്റെ തീരുമാനം. പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയെങ്കിലും ഉത്തരവിൽ സെക്ഷൻ ഓഫീസർ ഒപ്പുവയ്ക്കാത്തതിനാൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇളവ് നിർദ്ദേശം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇളവുകൾക്ക് മുൻപുള്ള നിർദ്ദേശപ്രകാരം ടെസ്റ്റ് നടത്താനാണ് നിലവിലെ തീരുമാനം. ആവശ്യമെങ്കിൽ പോലീസ് സുരക്ഷ തേടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചേലക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ മേപ്പാടം പ്രദേശത്താണ് അപകടമുണ്ടായത്. തിരുവല്ലാമല സ്വദേശികളായ 6 പേർ സഞ്ചരിച്ചിരുന്ന കാർ ആദ്യം വൈദ്യുതി തൂണിലിടിക്കുകയും തുടർന്ന് സമീപത്തുള്ള വീടിന്റെ ഗേറ്റിലും മതിലും ഇടിച്ചു. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പറയുന്നു. അന്തരിച്ച തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയർ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോസ് കാട്ടൂക്കാരന് സാംസ്കാരിക നഗരിയുടെ യാത്രാമൊഴി. അരണാട്ടുകരയിലെ വസതിയിൽ നിന്ന് മൃതദേഹം പൊതുദർശനത്തിനായി അദ്ദേഹം ഏറെ നാൾ പ്രവർത്തിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും തുടർന്ന് പ്രഥമ മേയർ കുപ്പായം അണിഞ്ഞ് തൃശൂർ കോർപ്പറേഷനിലും എത്തിച്ചു. KPCC പ്രസിഡന്റ് K. സുധാകരൻ, MLA P. ബാലചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, മുൻ MPയും NCP സംസ്ഥാന പ്രസിഡന്റുമായ PC ചാക്കോ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു.
DCCA പ്രസിഡന്റ് ജോസ് വള്ളൂർ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്കായി റീത്ത് സമർപ്പിച്ചു. പിന്നീട് കോർപ്പറേഷനിലെത്തിച്ച മൃതദേഹത്തിൽ മേയർ MK വർഗീസ്, പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ, പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം തിരികെ വസതിയിലെത്തിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബെന്നി ബഹനാൻ MP എന്നിവർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ശ്രീ ജോസ് കാട്ടുകാരൻ തൃശ്ശൂർ നഗരത്തിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. വാർഡ് പ്രസിഡന്റ് മുതൽ തൃശ്ശൂരിലെ പ്രഥമ പൗരനായ മേയർ സ്ഥാനം വരെ അലങ്കരിച്ചിട്ടുണ്ട്. സംഘടനാപരമായും ജനപ്രതിനിധിയായും തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ച ഒരാളാണ്. എല്ലാവരുമായി നല്ല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഈ നഗരത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയ ഒരു സൗഹൃദ വലയമുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മാറി മാറി വന്ന തലമുറകളുമായിട്ടുള്ള അഭേദ്യമായ ഹൃദയബന്ധവും കുടുംബബന്ധവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖം മൂലമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടെങ്കിലും വലിയ ദുഃഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായും. കാരണം കോൺഗ്രസ് കുടുംബത്തിലെ കാരണവരായിട്ടാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കരുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കുമായ വലിയൊരു സൗഹൃദ വലയത്തിനുമുണ്ടായ ആ വിഷമത്തിൽ ഞാനും പങ്കേരുന്നു. അരുണാട്ടുകര സെന്റ് തോമസ് ദേവാലയത്തിൽ സംസ്കാരം നടന്നു. ഒട്ടും വെള്ളം ലഭിക്കാതിരുന്ന കുഴൽ കിണറിൽ നിന്നും നിലയ്ക്കാത്ത ജലപ്രവാഹം. തെക്കുംകര പഞ്ചായത്തിലെ 2-ാം വാർഡ് കരുമത്ര കാപ്പി റോഡ് സ്വദേശി തരിയൻ മൂശിക്കൽ വീട്ടിൽ മുഹമ്മദിന്റെ വീട്ടിലെ 400 അടി താഴ്ചയുള്ള കുഴൽ കിണറിലാണ് അപൂർവ പ്രതിഭാസം. ഇന്നലെ വൈകിട്ട് വരെ ഒട്ടും വെള്ളമില്ലാത്ത കിണറ്റിൽ നിന്നാണ് ഇന്ന് രാവിലെ മുതൽ മണിക്കൂറുകളായി വെള്ളം പുറത്തേക്ക് തള്ളുന്നത്. വരൾച്ചയുടെ കാഠിന്യമേറിയ സാഹചര്യത്തിൽ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ വെള്ളം സംഭരിച്ച് വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. കുരിയച്ചിറ അറവുശാലയ്ക്ക് സമീപം തൃശൂർ കോർപ്പറേഷൻ സ്ഥാപിച്ച OWC പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ സമരരംഗത്തേക്ക്. ബുധനാഴ്ച വൈകിട്ട് കുരിയച്ചിറ സെന്ററിൽ കടകളടച്ച് മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ഫോർ ക്ലീൻ കുരിയച്ചിറ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. OWC പ്ലാന്റ് അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനാൽ ദുർഗന്ധവും ഈച്ചശല്യവും മൂലം കുരിയച്ചിറ നിവാസികളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. മാലിന്യം ശരിയായ വിധം സംസ്കരിക്കാത്തതിനാൽ ദുർഗന്ധവും ഈച്ചശല്യവും മൂലം സമീപവാസികൾക്ക് താമസിക്കാൻ സ്ഥിതിയാണെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഡേവിസ് കൊച്ചുവീട്ടിൽ, കൺവീനർ ഡോക്ടർ ടോമി ഫ്രാൻസിസ്, VA ജോസ് മാണി, ജോളി ജോൺ, തോമസ് V ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെമ്മണ്ണൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ CPM പ്രവർത്തകന് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശി കല്യാപ്പറമ്പിൽ വീട്ടിൽ പ്രസീലിനാണ് പരിക്കേറ്റത്. ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന പ്രസീലിനെ ചെമ്മണ്ണൂർ സ്വദേശി റോഹൻ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രസീൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസ് കേസെടുത്തു. പാവറട്ടി പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി യോഗം ചേർന്നു. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളോ മുതിർന്നവരോ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കണം. കടകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ അത്തരം കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റിജീന അധ്യക്ഷയായി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സമുന്നയ സ്റ്റേറ്റ് കൾച്ചറൽ ഫെസ്റ്റിവൽ തൃശൂർ ജില്ലാ ജേതാക്കളായി. പാലക്കാട് ജില്ല 2-ാം സ്ഥാനവും നേടി. 14 ജില്ലകളിൽ നിന്നുള്ള 300ഓളം ഡോക്ടർമാർ 20ഓളം ഇനങ്ങളിൽ മത്സരിച്ചു. ജേതാക്കൾക്ക് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കാട്ടകാമ്പാൽ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവ് KT ശങ്കരപ്പണിക്കർ അനുസ്മരണ സമ്മേളനം നടത്തി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ഗുരുവായൂർ ദേവസ്വം മുൻ ഭരണസമിതി അംഗം KN ശ്രീധരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികളായ കുരുന്ന് ഫോട്ടോഗ്രാഫർമാരുടെ വന്യജീവി ഫോട്ടോ പ്രദർശനം കോടാലിയിൽ തുടക്കമായി.
തൃശൂർ പേരാമംഗലത്തെ നിമൈ പ്രവീൺ, ആമ്പല്ലൂരിലെ ഇഷാൻ എന്നീ കുട്ടികൾ പകർത്തിയ 25ഓളം ചിത്രങ്ങളാണ് ഫ്യൂച്ചർ സ്കേപ്സ് എന്ന പേരിലുള്ള പ്രദർശനത്തിലുള്ളത്. ഇളം പ്രായത്തിൽ അധികമാർഗം കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വന്യജീവി ഫോട്ടോഗ്രാഫി മേഖലയിൽ മികച്ച ചിത്രങ്ങളിലൂടെ തങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ കുരുന്നു പ്രതിഭകൾ. ഛായാഗ്രഹണ കലയിൽ വരും കാലത്ത് മികച്ച സംഭാവനകൾ നൽകാൻ തങ്ങൾക്കാവുമെന്ന ഇവരുടെ ഓരോ ചിത്രവും കാഴ്ചക്കാരോട് നിശബ്ദമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 കുട്ടികളുടെ അവർ നേരിട്ട് കാട്ടിൽ പോയി തന്നെ എടുത്ത പ്രകൃതി ദൃശ്യങ്ങളുടെ വൈൽഡ് ലൈഫിൻ്റെ ചിത്രങ്ങളാണ്. കുട്ടികൾ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നു. അവർക്കൊരു പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി ഒരുക്കാൻ ഫോട്ടോ മ്യൂസിയം നമുക്കും സാധിക്കുന്നുണ്ട്. വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ കഴിവും പ്രോത്സാഹനവുമാണ് സമപ്രായക്കാരായ മറ്റു കുട്ടികൾക്ക് അധികമൊന്നും സാധിക്കാത്ത വിധം വനയാത്രകൾ നടത്താനും ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നല്ല ചിത്രങ്ങൾ പകർത്താനും ഇവരെ പ്രാപ്തരാക്കിയത്. വന്യജീവി ഫോട്ടോഗ്രാഫറും ആർക്കിടെക്റ്റുമായ പ്രവീൺ മോഹൻദാസിന്റെയും ആർക്കിടെക്ട് വൈഷ്ണവി ചിത്തിരൈ ബാലന്റെയും മകനായ നിമൈ തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വന്യജീവി ഫോട്ടോഗ്രാഫറും ബിസിനസ്സുകാരനുമായ മുരളി മോഹന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മൃദുല മുരളിയുടെയും മകനായ ഇഷാൻ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. സൂവിലേക്ക് എടുക്കുന്ന മൃഗങ്ങളെക്കാളും ഇവർ കാട്ടിലുള്ള മൃഗങ്ങളെ കണ്ടുപരിചയിച്ചിട്ടുള്ള കുട്ടികളാണ്. അത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ ഒരു ഷോ നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ കുട്ടികൾ നേരിട്ടിട്ട് ഈ പ്രകൃതിയെ മനസ്സിലാക്കുകയും ഇനി അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. കാരണം ശരാശരി ആളുകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഉണ്ടാവും. മാതാപിതാക്കൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ വന്യജീവി സങ്കേതങ്ങൾ സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് ഫോട്ടോമ്യൂസ് ഓപ്പൺ ആർട്ട് ഗ്യാലറിയിലെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മുതിർന്ന ഫോട്ടോഗ്രാഫർമാർക്കൊപ്പം നിൽക്കുന്നവയാണ് ഇരുവരുടെയും ചിത്രങ്ങളെന്ന് വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ് പറഞ്ഞു. ഞാൻ ഇവരെ പോലെ തന്നെ കാട്ടിലേക്ക് കയറുന്ന ഒരാളാണ്. പ്രവീണ് പറഞ്ഞു കൊടുക്കും സംഭവം ഇതാണ് സെറ്റിങ്സ് എന്നൊക്കെ. അപ്പോൾ ആളിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കും, എന്നിട്ട് ആളുടെ വക പോയിട്ട് എടുക്കും. അങ്ങനെ ഒരു സ്വയം പഠിക്കുന്ന ഒരു ടാലൻ്റാണ് നിമയ്ക്ക്. എന്തായാലും പടങ്ങള് അപ്പ അയച്ചപ്പോൾ ശരിക്കും ഞെട്ടി. നമ്മുടെയൊക്കെ നിലവാരത്തിലുള്ള പടങ്ങളാണ്. പ്രദർശനം ഈ മാസം 31 വരെ നീണ്ടു നിൽക്കും. TCV കൊടകര. മുറ്റിച്ചൂർ യൂത്ത് വേവ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വേവ്സ് ക്ലബ്ബ് ട്രഷറർ ബിജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മികച്ച തഹസിൽദാറായി തിരഞ്ഞെടുത്ത രാജേഷ് ചുള്ളിയലിനെ ചടങ്ങിൽ ആദരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ 50 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലീൽ എടയാടി, സെക്രട്ടറി അനുരാഗ് എന്നിവർ സംസാരിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ കുന്നമ്പത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടഭരണി കാർത്തിക വേല ഈ മാസം 8, 9 തീയതികളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച 7 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയാകും. നമ്പൂർക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ, സെക്രട്ടറി കൃഷ്ണൻകുട്ടി നായർ, ഗോപി അറക്കൽ, കെ കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റോഡ് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനവുമായി 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആക്സിന്റെ സ്ഥാപക ദിനാഘോഷം ബുധനാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് തെക്കേ ഗോപുര നടയിൽ പൊതുസമ്മേളനം നടക്കും. ആക്സ് വർക്കിംഗ് പ്രസിഡന്റ് മേയർ MK വർഗീസ്, വൈസ് പ്രസിഡന്റ് T അബൂബക്കർ, മറ്റ് ഭാരവാഹികളായ ലൈജു സെബാസ്റ്റ്യൻ, T ജേക്കബ് ഡേവിസ്, ഷാജു മങ്കുഴി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ഡെർമറ്റോളജി ക്ലബ്ബും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും സംയുക്തമായി മാസം 12-ന് ചർമ്മരോഗ വിദഗ്ധരുടെ മിഡ്ക്യൂട്ടി കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ ഡെർമറ്റോ പാത്തോളജി, കോസ്മെറ്റിക് ഡെർമറ്റോളജി, ഡെർമറ്റോ സർജറി എന്നീ മേഖലകളിലെ അതിനൂതന മുന്നേറ്റങ്ങളും പ്രവണതകളും വിശകലനം ചെയ്യും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേഴ്സി പോൾ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഡേവിസ് പുതുക്കാടൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വർഗീസ് ജെയിംസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
അന്തരിച്ച ഗാനരചയിതാവ് G.K. പള്ളത്തിന് വിട. അയ്യന്തോളിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പി. ബാലചന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഗാനരചയിതാവ് വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവ് മോഹൻദാസിന്റെ ഓർമ്മ ദിനം ആചരിച്ചു. അത്താണിയിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K അജിത് കുമാർ, CV കുര്യാക്കോസ്, ജിജോ കുര്യൻ, P മുരളി തുടങ്ങിയവർ സംസാരിച്ചു. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു, പ്രധാന അധ്യാപിക TM ശകുന്തള, VM ഹംസ, ഹക്കീം കളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ വിരമിക്കുന്ന ചൈതന്യ അംഗനവാടി വർക്കർ ഉഷയ്ക്ക് യാത്രയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, മുൻ പഞ്ചായത്ത് അംഗം VK പ്രദീപ്, അഡ്വക്കേറ്റ് AV രാഹുൽ, KV ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കല്ലയിൽ ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി സന്തോഷ്, പ്രമോദ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആന്റോ പാണാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോൾ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ട് വെഞ്ചിരിപ്പ് നടന്നു. ലതീഞ്ഞ പ്രദക്ഷിണം, ബാൻഡ് മേളം, വർണ്ണമഴ എന്നിവയുമുണ്ടായിരുന്നു. കയ്പമംഗലം ആയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമൂടി മഹോത്സവം ഈ മാസം 9 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ഉത്സവ ദിവസമായ മെയ് 13-ന് ആയിരൂർ മഹാക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയുമുണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ PS ശക്തിധരൻ, KB ആത്മാനുജൻ, KK സുരേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി ഫൈനാൻസ് സൊസൈറ്റി നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ പ്രഥമ പനമ്പിള്ളി രാഘവ മേനോൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ K ജയകുമാറിന് സമർപ്പിക്കുമെന്ന് ഫാസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഫാസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, മറ്റ് ഭാരവാഹികളായ സുരേഷ്, UG മേനോൻ, C ശശിധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവല്ലാമല ശ്രീ വേട്ടക്കാരൻകാവ് ക്ഷേത്രത്തിൽ 12,000 നാളികേരമേറും കളംപാട്ട് മഹോത്സവം മെയ് 9-10 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച കളത്തിൽ ആട്ടവും 12,000 നാളികേരം എറിയൽ എന്നിവയോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമാകും. ഭാരവാഹികളായ T രാധാകൃഷ്ണൻ, സുശ്രുത, ഹരിപ്രസാദ്, നാരായണൻകുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. തൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി 28 വർഷമായി പ്രവർത്തിക്കുന്ന MC മെട്രോ ഗ്രൂപ്പിന്റെ കീഴിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ കോടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപമുള്ള പട്ടാമ്പി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച
പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. പാർലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് മുഖ്യാതിഥിയായിരുന്നു. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് മുൻ ഡയറക്ടറും കെട്ടിടമുടമയുമായ പാവുണ്ണി, MC മെട്രോ ഗ്രൂപ്പ് ചെയർമാൻ MK സാജു, മാനേജിംഗ് ഡയറക്ടർ CA ജോൺസൺ, വൈസ് ചെയർമാൻ രാഖിൽ മുരളി, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വിനീത് വാര്യർ, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് സുമേഷ് TS, ജീവനക്കാരായ മൈക്രോ ബാങ്കിംഗ് ഇൻചാർജ് രശ്മി R നായർ, അഖില സുജിൽ, ആൻസി ആന്റണി, ശ്രീലക്ഷ്മി ബൈജു, ബിനു വത്സൻ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോടന്നൂർ ശാഖയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, IGL ബിസിനസ് ലോൺ, മൈക്രോ ഫിനാൻസ്, ഇൻഷുറൻസ്, മണി എക്സ്ചേഞ്ച് എന്നീ സേവനങ്ങളും ലഭ്യമായിരിക്കും. RBIയുടെ അനുവദനീയമായ പലിശകൾ മാത്രമാണ് ലോണുകൾക്ക് ഈടാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കിടാവിനെ കൊന്നു. തുടർച്ചയായുള്ള പുലി ആക്രമണങ്ങളിൽ ഭീതിയിൽ പാലപ്പള്ളി. വേലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ ചെവികളറ്റു. തെരുവ് നായ ആക്രമണങ്ങൾ ഏറുന്നു. ചാലക്കുടി നഗരസഭയിൽ ഭരണകക്ഷിയിൽ ചേരിപ്പോര്. വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചതായി ആക്ഷേപം. വകുപ്പുകൾ നോക്കുകുത്തികളാണെന്ന് പ്രതിപക്ഷം. 16 ഏക്കർ വിസ്തൃതിയുള്ള പോർക്കുളം ആനക്കുണ്ട് ഫണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. ഫണ്ട് ആഴംകൂട്ടൽ പ്രവർത്തനം അശാസ്ത്രീയമായി നടപ്പാക്കിയതായി ആക്ഷേപം. കടുത്ത ചൂടിൽ വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കും നൽകാൻ വെള്ളമില്ല. തൃശൂർ-വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കൂടുതൽ പോലീസുകാരെ നിയോഗിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.